ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 92ാമത്തെ പാർട്ടാണ്. ഇന്ന് നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? കുറച്ചുകൂടെ പാർട്ടുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ എൻകാതിലെ എന്ന സ്റ്റോറി തീരുകയാണ്. വീണ്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുതിയ സ്റ്റോറി നമ്മുടെ ചാനലിൽ തുടങ്ങുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് നമുക്ക് സ്റ്റോറിയിലേക്ക് പോവാം. അമ്പലത്തിൽ പോയി വന്ന് എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനിരുന്നു. കൂട്ടത്തിൽ ദത്തനെ കാണാതെ മുത്തശ്ശി അന്വേഷിച്ചെങ്കിലും അവന് തലവേദനയാന്ന് പറഞ്ഞ് പാർത്തി ഒഴിഞ്ഞു മാറി. മോളെ പാറു, പായസത്തിന് നാളികേരപ്പാല് പിഴിയാൻ ഒരു നല്ല തോർത്തെടുത്തിട്ട് വന്നേ, മുകളിലെ റൂമിലുണ്ട്. ഉച്ചയിലേക്കുള്ള സദ്യവട്ട പരിപാടിയുടെ തിരക്കിലാണ് എല്ലാവരും. മാലതി അത് പറഞ്ഞതും പാർവതി തലയാട്ടിക്കൊണ്ട് മുകളിലേക്ക് പോയി. സ്റ്റെയർ കയറി അവൾ അറ്റത്തെ റൂമിലേക്ക് നടന്നു. പെട്ടെന്ന് 2 കൈകൾ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് ഒരു മുറിയിലേക്ക് കയറ്റിയിരുന്നു. എനിക്ക് വേദനിക്കുന്നു. പാർവതി കൈകാലുകൾ ഇട്ടടിച്ചതും ധ്രുവി ഡോർ ലോക്ക് ചെയ്ത് അവളെ ചുമരിലേക്ക് ചേർത്തിരുന്നു. എന്താ മോളൂസേ, വല്ലാത്തൊരു ചാടാ. ഞാൻ രാവിലെ മുതലൊന്ന് സംസാരിക്കാൻ പിന്നാലെ നടക്കുന്നല്ലേ. ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടെന്ന് ഉള്ള വിചാരം പോലും നിനക്കില്ലല്ലോ. ഇയാളെന്നോട് മിണ്ടാൻ വരണ്ട. വിളിച്ചാൽ ഫോൺ എടുക്കുകയില്ല, തിരിച്ചു വിളിക്കുകയില്ല. അല്ലെങ്കിൽ ചില ആണുങ്ങൾ ഇങ്ങനെയാണ്, തിരിച്ച് സ്നേഹിക്കുന്നവരെ പഞ്ചാര ചക്കരയെന്ന് വിളിച്ച് പിന്നാലെ നടക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നോ മൈൻഡ്. ഓ, എൻ്റെ പാർവതി തമ്പുരാട്ടി അതിൻ്റെ ദേഷ്യത്തിലാണോ? സോറി, ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. പോരാത്തേനോ ഓപ്പറേഷൻ കേസുകൾ. അതാ ഫോൺ എടുക്കാതെ. ഇന്നലെ രാവിലെ ഹോസ്പിറ്റലിൽ നിന്നെ കാണാനുള്ള കൊതി കൊണ്ടാണ് നേരത്തെ ഇങ്ങോട്ടേക്ക് വന്നേ. ഈ ഷർട്ടും മുണ്ടും വരെ ശ്രീയുടെയാ. അവനത് പറഞ്ഞതും പാർവതിയുടെ പിണക്കം പതിയെ മാറി മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. എന്നാ പിണക്കന്മാരെ സ്ഥിതിക്ക് ഒരു കിസ്സായാലോ? ധ്രുവി അത് പറഞ്ഞു. പാർവതി അവളുടെ നെറ്റിയിൽ ചൂണ്ടുവിരലാ തൊട്ടു. എനിക്കറിയാം, കല്യാണം കഴിയാതെ ഫ്രഞ്ച് കിസ് പോയിട്ട് ഫ്രഞ്ചൊന്നും ഒരു ആക്ക് പോലും പറയാൻ സമ്മതിക്കില്ലല്ലോ. ധ്രുവി അവളുടെ മുഖത്ത് കയ്യിലെടുത്ത് നെറ്റിയിലായി ഉമ്മ വെച്ചു. ഇരുവരും പരസ്പരം അകന്നു മാറാതെ കണ്ണടച്ചങ്ങനെ തന്നെ നിന്നു. പെട്ടെന്ന് ആരോ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് 2 പേര് അകന്നു മാറി നിന്നു. നിന്നെ ഒന്ന് അടുത്ത് കാണാൻ ഞാൻ എൻ്റെ പിന്നാലെ നടക്കണം പെണ്ണെ. ഒരു പ്രതിയെ പിടിക്കാൻ ഇത്ര കഷ്ടപ്പാടില്ല. പാർത്തി വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയ ശേഷം ആമിയെ തൻ്റെ നെഞ്ചോട് ചേർത്തു. ഞാൻ എന്തു ചെയ്യാനേട്ടാ? ആ പിള്ളേരെ എപ്പോഴും കൂടെ ഉണ്ടാവും. അവരുടെ ഇടയിൽ നിന്ന് മുങ്ങാൻ പാടാ. എത്ര ദിവസമായി ഒന്ന് കണ്ടിട്ട്. ഇത്രയും ദിവസം നമ്മൾ കാണാതെ നിന്നിട്ടില്ല. ഇവിടെയുള്ളവർക്കാണെങ്കിൽ കല്യാണം നടത്താനുള്ള ഉദ്ദേശമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അവൻ പറയുന്ന കേട്ടി ആമി ചിരിക്കാൻ തുടങ്ങി. നീ ചിരിക്കി, എൻ്റെ സങ്കടം എനിക്കെല്ലാം അറിയുള്ളോ. ചില സമയത്ത് തോന്നും ആരും കാണാതെ നിന്നെയും കൂട്ടി ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചാലോ. കഴിച്ചാച്ച ബാക്കി കൂടെ പാറാൻ്റെ പാർത്തി മോനെ. ധ്രുവി 2 കൈകളും കെട്ടി നിന്നോട് ചോദിച്ചാൽ പാർത്തി ആമയിൽ നിന്ന് അകന്നു നിന്നു. അതങ്ങനെയല്ല ധ്രുവി, ഇത്തിരി കാലം വെയിറ്റ് ചെയ്യേണ്ടി വന്നാലും നമുക്ക് അറേഞ്ച് മാരേജ് മതിയെന്നും ഈ കൂട് പറയായിരുന്നു. ആണോ? അവൻ ഒരാക്കി ചിരിയോടെ ചോദിച്ചു. അതവിടെ നിൽക്കട്ടെ, നിങ്ങൾ 2 പേരും കൂടെ എന്താ ഇവിടെ പരിപാടി? പാർത്തി അത് ചോദിച്ചാൽ അത്ര നേരം അഹങ്കാരത്തിൽ നിന്നിരുന്ന ധ്രുവിയുടെ മുഖം കാറ്റ് വിട്ടുപോലെ ബലൂൺ പോലെയായി. അത് പിന്നെ ഞങ്ങളെ പായസത്തിനുള്ള തോർത്ത് മുണ്ടെടുക്കാൻ വന്നതായിട്ടാ. പാർവതി പെട്ടെന്ന് ഇടയിൽ കയറി പറഞ്ഞു. പായസത്തിന് തോർത്ത് മുണ്ടെന്തിനാ? ആമിയാണ് ചോദിച്ചത്. അതല്ല, ഈ നാളികേരം പിഴിയാൻ തോർത്ത് അത് തരാൻ വന്നതാ. എന്നിട്ട് കിട്ടി? അല്ല, കിട്ടിയില്ല, പാർവതി പറഞ്ഞു. പാർത്തി ഒന്ന് അമർത്തി മോളി. അല്ല മോനെ, നിങ്ങളെന്തിവിടെ? ഞാൻ മികക്ക് ഈ വീടൊക്കെ കാണിച്ചു കൊടുക്കായിരുന്നു. വായിൽ വന്ന കള്ളം പാർത്തി തട്ടി വിട്ടു. അതിനാ ആമി ആദ്യമായിട്ടൊന്നല്ലല്ലോ ഈ വീട്ടിലേക്ക് വരണേ. ഇതൊന്നും അത്രയ്ക്ക് ശരിയല്ല. ധ്രുവിയും വിട്ടുകൊടുത്തില്ല. മതി, നിർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയത്. നിങ്ങളെന്തിനാ വന്നേന്ന് ഞങ്ങളെന്തിനാ വന്നേന്ന് നിങ്ങൾക്കും അറിയാലോ. പാർത്തി കൈകൂപ്പിക്കൊണ്ട് ബെഡിൽ വന്നിരുന്നു.
എന്നെ വിട്ട് നീ ചതിയനാ, എന്നോട് മിണ്ടാൻ വരണ്ട, എന്നെ തൊടണ്ട. പലവട്ടം സംസാരിക്കാൻ ശ്രമിച്ചിട്ട് അതിന് സമ്മതിക്കാതെ പോകുന്ന പറഞ്ഞത് അത്തൻ തടഞ്ഞു നിർത്തി. കുഞ്ഞെ പിണങ്ങല്ലടാ. വേണ്ട, എൻ്റെ ഉറക്കം കളഞ്ഞിട്ട് നീ സുഖമായിട്ട് കിടന്നുറങ്ങിയില്ലടാ ദുഷ്ട. ഞാനോ രാവിലെ കുളിച്ചെന്ന് മാത്രമല്ല ഈ തണുപ്പത്ത് അമ്പലത്തിലും പോയി. സോറി സോറി സോറി, ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല. വേണ്ട, എനിക്ക് ഒന്നും നിന്റെ സോറി ഒന്നും കേൾക്കണ്ട. പിന്നെ എന്താ വേണ്ടേ? അവൻ മീശ പിരിച്ചുകൊണ്ട് കള്ളച്ചിരി തിരിച്ചു. കയ്യിന്ന് വിടുതെത്താ, അല്ലെങ്കിൽ ഞാൻ ഉച്ച വയ്ക്കും. അവളത് പറഞ്ഞു താത്തൻ പെട്ടെന്ന് കയ്യിലെ പിടിവിട്ടു. പറഞ്ഞ അവനെ നോക്കിയൊന്ന് പുച്ഛിച്ച് മുന്നോട്ട് നടന്നു. അത് കണ്ട ദത്തൻ തൻ്റെ മുണ്ട് മടക്കി കുത്തി. ശേഷം അവളുടെ പിന്നാലെ ചെന്ന് ഒരു കൈ കൊണ്ട് അവളുടെ വാ പൊത്തിപ്പിടിച്ചു, മറു കൈ കൊണ്ട് അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് എടുത്തുയർത്തി അടുത്ത റൂമിലേക്ക് കയറി. ഞാൻ നിന്നോട് സോറി പറഞ്ഞതല്ലടി, എന്നിട്ട് നിനക്കെന്താ ജാട? നിന്റെ ജാട മാറ്റാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ദത്തൻ അവളുടെ പിൻകഴുത്തിലൂടെ മുഖം ചേർത്തു. ദേവാ! പാർത്തിയുടെ വിളി കേട്ട് ദത്തൻ ഞെട്ടി അവളുടെ പിൻകഴുത്തിൽ നിന്ന് മുഖം ഉയർത്തി. കൈയെടുക്കേട്ട, ഞാനും കൂടെ കാണട്ടെ. ആമി തൻ്റെ കണ്ണു പൊത്തിപ്പിടിച്ച പാർത്തിയുടെ കൈയെടുത്തു മാറ്റി. എനിക്കും കാണണം. പാർവതി ധ്രുവിയുടെ കൈയെടുത്തു മാറ്റി. ആ കുട്ടിയെ ഭൂമിയിലൊന്ന് ഇറക്കി വെക്കട പന്നി. ധ്രുവി അത് പറഞ്ഞ ദത്തൻ വാർണിയെ താഴെ ഇറക്കി നിർത്തി. എന്തോന്നടാ ഇത്? പാർത്തി തലയിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു. അത് പിന്നെ ഇവൾക്ക് കാലുവേദന കാരണം എടുത്തോണ്ട് വന്നതാ. ഈ കണക്കിന് പോയാൽ നീ കുറെ എടുക്കേണ്ടി വരും. മോനെന്തായാലും എടുത്ത് നടന്ന് ക്ഷീണിച്ചതല്ലേ, വന്നിരിക്കി. പാർത്തി തൻ്റെ അടുത്തായി ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും ഭദ്രയും ശീലു അവിടേക്ക് എത്തിയിരുന്നു. ബെഡിലിരിക്കുന്ന 6 പേരെയും കണ്ട് ശീലു ഭദ്രയുടെ കയ്യിൽ അമർത്തി തല്ലി. നീ ഒറ്റൊരുത്തി കാരണ എനിക്ക് ഈ സ്ഥിതി വന്നേ. അന്ന് ബികോമിന് ആദ്യം എന്നെ വന്ന് ഇഷ്ടാന്ന് പറഞ്ഞപ്പോ നീ അല്ലടി ഓടിച്ചു വിട്ടത്. എന്തിനാ ദുഷ്ട അങ്ങനെ ചെയ്തേ? അല്ലെങ്കിൽ എനിക്കും ഇതുപോലെ ഇരിക്കായിരുന്നു. ശീലു പറഞ്ഞത് കഴിഞ്ഞ ശേഷമാണ് പരിസരബോധം വന്നത്. തന്നെ നോക്കി പേടിപ്പിക്കുന്ന ദത്തനെയും പാർത്തിയെയും ധ്രുവിയെയും കണ്ടവളൊന്ന് ഉമ്മിനീരിറക്കി. ഈ ജസ്റ്റ് ഫോർ എ ജോക്ക്. ഞാൻ ഏട്ടന്മാരെ പറ്റിച്ചേ. ഞാൻ പറഞ്ഞില്ലേ ഭദ്ര, ഇവര് ഞെട്ടുന്ന. നീ എപ്പ പറഞ്ഞ? നീ കേൾക്കാത്തേവും. അതെങ്ങനെയാ? ഏത് സമയം സ്വപ്ന ലോകത്തല്ലേ. എന്താണവ രണ്ടിന്റെ ആഗമന ഉദ്ദേശം? പാർത്തി ചോദിച്ചു. പാറു ചേച്ചി തോർത്തെടുക്കാൻ വന്നിട്ട് കാണാനില്ല, അതുകൊണ്ട് അന്വേഷിച്ചു വന്നതാ. ഞാൻ ആ കാര്യം മറന്നു. പാർവതി കബോർഡിൽ നിന്ന് ഒരു തോർത്തെടുത്തു. ചേച്ചി ഇവിടെ ഇരുന്നോ, ഞാനിത് കൊടുത്തിട്ട് വരാം. പറഞ്ഞ അത് വാങ്ങി താഴേക്കോടി. ഒന്ന് പതുക്കെ പോകുന്നേ, എത്ര പറഞ്ഞാലും കേൾക്കില്ല. ദത്തൻ ശാസനയോട് പറഞ്ഞു. ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി കാരണം മനുഷ്യന് ഉറങ്ങാനും പറ്റിയില്ല. ധ്രുവി ബെഡിലേക്ക് കടന്നു. എനിക്കും. ദത്തൻ പറഞ്ഞു കിടന്ന ശേഷമാണ് എന്താ പറഞ്ഞെന്ന ബോധം അവനും വന്നത്. അത് കേട്ട് പാർത്തി അവനെ നോക്കി പേടിപ്പിച്ചു. എന്തിനാ ദേവ നീ റൂമിലേക്ക് വിളിപ്പിച്ചേ? റൂമിലേക്ക് വന്നിട്ട് ശ്രീ ചോദിച്ചു. ഞാനാ? എന്താ പാറു ചേച്ചി വിളിച്ചേ? അവന്റെ പിന്നിൽ നിമ്മിയ റൂമിലേക്ക് വന്നു. അത് കണ്ട് എല്ലാവരും അന്തം വിട്ട് പരസ്പരം നോക്കി. ഒന്നുമില്ല, നിങ്ങൾ വന്നിരിക്കി, വെറുതെ സംസാരിച്ചിരിക്കാൻ. വർണ്ണയുടെ പണിയൊന്നും മനസ്സിലാക്കിയത് അത്തൻ പറഞ്ഞു. അവരും ബെഡിൽ വന്നിരുന്നു. കുറച്ചു കഴിഞ്ഞ് വർണ്ണ രാഗിനെയും ദർശനയും കൂടെ വിളിച്ചിട്ട് വന്നിരുന്നു. ഇപ്പോഴാണ് കോളം തികഞ്ഞ്. നമുക്കും കൂടെ ലൈൻ സെറ്റായി എങ്കിൽ സൂപ്പറായനെ അല്ലേ ഭദ്രേ? സോറി, ഞാൻ മറന്നു. നിന്റെ പ്രണയം IASനോടാണല്ലോ. ശീലു അത് പറഞ്ഞത് അത്തൻ്റെ അരികെ കടന്നു. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ നിമ്മി ചേച്ചിയും ശ്രീയേടനും സിംഗിൾ അല്ലേ? അപ്പം നിങ്ങൾക്ക് ഒരുമിച്ച് കമ്മിറ്റഡ് ആയിക്കൂടെ? ശീലു ഒന്ന് മിണ്ടാതെ കടന്നേ, അതിനൊക്കെ സമയം ഇനിയുണ്ട്. പാർത്തി പകുതി കാര്യമായും തമാശയായിട്ടും പറഞ്ഞു. പറഞ്ഞു വന്നപ്പോഴാ ഞാൻ മാത്രം സിംഗിള്. ശീലു പറഞ്ഞു. ശീലു, എൻ്റെ കോളേജിലൊരു സാറുണ്ട്, നിനക്ക്. ദേവു! അപ്പോഴേക്കും ദത്തൻ്റെ ഗൗരവത്തിലുള്ള ശബ്ദം ഉയർന്നിരുന്നു. അങ്ങനെയല്ല ദത്ത, ഞാൻ ഉദ്ദേശിച്ചേ നല്ല സാറാണ്. ഇവൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും സബ്ജക്റ്റിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞു തരും. പഠിക്കാൻ്റെ ഈ സമയത്ത് ലൈനൊന്നും വേണ്ടട്ടാ.
വീടിനടുത്ത് കിടന്ന് ഉരുളാൻ എൻ്റെ കുട്ടി കഴിഞ്ഞിട്ടേ വേറെ ആരുള്ളോ. ദത്തൻ അവളെ നോക്കി കണ്ണൂറ്റിക്കൊണ്ട് പറഞ്ഞു, ഈ പിള്ളേര് ഇതെവിടെ പോയി കിടക്ക, ഒന്നിൻ്റെ ഒരനക്കല്ലാലോ. ചെറിയമ്മ പറഞ്ഞു, മുകളിലുണ്ടാവും. കുറച്ചു മുമ്പ് വന്ന് തെച്ചുവിനെ നിമ്മയും വിളിച്ചോണ്ട് പോകുന്ന കണ്ടു. ഞാനൊന്ന് പോയി നോക്കട്ടെ. ചെറിയമ്മ അത് പറഞ്ഞ് നേരെ മുകളിലേക്ക് നടന്നു. ആരുടെയും ശബ്ദം കേൾക്കാത്തതുകൊണ്ട് ചെറിയമ്മ ഓരോ റൂമിലായി കയറി ഇറങ്ങി. അങ്ങനെ പാതി ചാരി തുറന്ന അകത്തേക്ക് കയറി ചെറിയമ്മ അവിടുത്തെ കാഴ്ച കണ്ടൊന്ന് ഞെട്ടി. ശേഷം ഒരു പുഞ്ചിരിയോടെ അകത്തേക്ക് നടന്നു. എല്ലാവരും ഒരു ബെഡിൽ തലങ്ങും വിലങ്ങുമായി കിടക്കാണ്. വലിയ ബെഡായതിനാൽ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്താണ് കിടത്തം. ദത്തൻ അറ്റത്ത് കിടക്കുന്നുണ്ട്. അവൻ്റെ ഓരോ കയ്യിലായി വർണ്ണയും ശീലവും. അവൻ്റെ തൊട്ടടുത്ത് പാർത്തി. അവൻ്റെ ഒരു കയ്യിൽ തല വെച്ച് നിമ്മിയും മാമിയും അതിൻ്റെ അപ്പുറത്ത് ദർശനയും ഭദ്രയും കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട്. ഇരുവരുടെ എല്ലാവരുടെയും കാലിൻ്റെ ചുവട്ടിലായി ശ്രീയും അവൻ്റെ മേൽ കാലും കൈയും കയറ്റി വെച്ച് രാഗും. അവൻ്റെ കുറച്ച് സൈഡിലായി ധ്രുവിയും പാർവതിയും. സ്ഥലമില്ലാത്തതുകൊണ്ട് ധ്രുവി അവൾ താഴെ വീഴാതിരിക്കാൻ തന്നിലേക്ക് ചേർത്ത് പിടിച്ചാണ് കിടക്കുന്നത്. അത് കണ്ട് ചെറിയമ്മ ശബ്ദമുണ്ടാക്കാതെ താഴേക്ക് തന്നെ ഇറങ്ങിപ്പോയി. എല്ലാവരും ഉച്ചയ്ക്ക് സദ്യ സമയമായപ്പോഴാണ് ഇറങ്ങി എണീറ്റത്. വിഭവസമൃദ്ധമായ സദ്യയും 2 തരം പായസവും ഉണ്ടായിരുന്നു. തറവാട്ടിൽ എല്ലാവരുടെയും സന്തോഷം കണ്ട് ചന്ദ്രശേഖരന് വലിയ സന്തോഷം തോന്നിയില്ല. എങ്കിലും അയാളത് പുറത്ത് കാണിച്ചില്ല. ഉച്ചയ്ക്ക് ശേഷം ദത്തൻ പാർത്തിയുടെയും കൂട്ടി പുറത്തേക്ക് പോയി. ബാക്കിയുള്ളവർ വൈകുന്നേരത്തെ ഫംഗ്ഷന് വേണ്ടി ഹാൾ മുഴുവൻ അലങ്കരിക്കുകയാണ്. വീട്ടിലുള്ളവർ മാത്രമാണ് ഫംഗ്ഷനുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം ചെറിയ മുത്തശ്ശിയുടെയും ധ്രുവി വിളിച്ചിട്ട് വന്നിരുന്നു. നിങ്ങൾ ഇത്ര നേരം എവിടെയായിരുന്നു പിള്ളേരെ? സന്ധ്യാസമയത്ത് അകത്തേക്ക് കയറി വന്ന ദത്തനെയും പാർത്തിയെയും കണ്ട് മുത്തശ്ശി ചോദിച്ചു. ഞങ്ങളൊരു ഗിഫ്റ്റ് വാങ്ങാൻ പോയതാ മുത്തശ്ശി. വേഗം പോയി റെഡിയായി വാ. അത് കേട്ട് 2 പേര് റൂമിലേക്ക് നടന്നു. സ്റ്റെയർ കയറുന്നതിനിടയിൽ ദത്തൻ്റെ കണ്ണുകൾ താഴെ വർണ്ണയെ തിരഞ്ഞുവെങ്കിലും കാണാനില്ല. അവൻ റൂമിലേക്ക് വന്നു. പക്ഷെ അവിടെ അവളില്ല. ദത്തൻ തൻ്റെ പോക്കറ്റിലുള്ള പെൻഡ്രൈവ് കബോർഡിൽ ഭദ്രമായി വെച്ച ശേഷം ഒരു ടവലും എടുത്ത് കുളിക്കാനായി പോയി. അവൻ വേഗം തന്നെ കുളി കഴിഞ്ഞിറങ്ങി. പാട്ടും മൂളി കബോർഡിൽ നിന്ന് ഷർട്ട് തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് തോളിൽ ആരോ തട്ടി വിളിക്കുന്നത് കേട്ടത്. ദത്തൻ എടുത്ത ഷർട്ട് തിരികെ വെച്ച് തിരിഞ്ഞതും പിന്നിൽ വർണ്ണ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹാഫ് മിഡിയാണ് വേഷം. ഇതേതാ ഒരു LKG കുട്ടി? ദത്തൻ അവളുടെ മൂക്കിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ചോദിച്ചു. അധികം കൊഞ്ചലൊന്നും വേണ്ട, ഞാൻ നിനക്ക് ഷർട്ട് എടുത്ത് തരാൻ വന്നതാ, മാറി നിൽക്കവിടുന്ന്. അവൻ്റെ തള്ളി മാറ്റി വർണ്ണ കബോർഡിൽ നിന്ന് അവളുടെ ഡ്രസ്സിന് മാച്ചായ ഒരു ബ്ലാക്ക് ഷർട്ടും വെള്ള മുണ്ടും എടുത്ത് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അങ്ങനെ അങ്ങ് പോവാതെ പെണ്ണെ. ദത്തൻ ഒരു കൈ കൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ചു മറു കൈയിലെ ഷർട്ടും മുണ്ടും ബെഡിലേക്ക് ഇട്ടു. ദത്തൻ്റെ കുഞ്ഞിപ്പെണ്ണിനെ കാണാൻ നല്ല രസമുണ്ട്. അവളുടെ കവളിൽ ഉമ്മ വെച്ച് അവൻ പറഞ്ഞതും അവളുടെ മുഖത്തെ പരിഭ്രമം എല്ലാം മാറിയിരുന്നു. ഇത്രയും നേരം നീ എവിടെയായിരുന്നു? അവൾ തിരിഞ്ഞവനെ നോക്കി. നമ്മുടെ ശീലുവിനും ഭദ്രയ്ക്കും ഗിഫ്റ്റ് വാങ്ങിക്കണ്ടേ? ഞാനും പാർത്തിയും കൂടെ അത് വാങ്ങാൻ പോയതാടാ. എന്നിട്ട് ഗിഫ്റ്റ് എവിടെ? ഞാൻ പറഞ്ഞ മോഡൽ ഡ്രസ്സ് തന്നെ കിട്ടിയാ? പറഞ്ഞ സെയിം മോഡല്, സെയിം കളറ്. ഇത് കിട്ടാൻ എത്ര ഷോപ്പിൽ കയറി ഇറങ്ങിയെന്നറിയോ? ഗിഫ്റ്റ് കാറിലുണ്ട്. അപ്പം ഡ്രസ്സ് ഭദ്രയ്ക്ക് ശീലുവിന് നന്നായി ചേരും. എന്നാൽ നീ വേഗം ഡ്രസ്സ് റെഡി ആയിട്ട് വാ, ഞാൻ താഴേക്ക് പോവാ. അത് വേണ്ട, നമുക്ക് ഒരുമിച്ച് പോവാം. വർണ്ണയുടെ നെറുകയിൽ ഉമ്മ വെച്ച് ദത്തൻ വേഗം ഷർട്ടും മുണ്ടും എടുത്തിട്ടു. വർണ്ണ കണ്ണാടിന് മുന്നിൽ ചെന്ന് തൻ്റെ ഡ്രസ്സും മുടിയും മേക്കപ്പ് എല്ലാം ഒന്ന് തിരിഞ്ഞും മറിഞ്ഞും നോക്കി. പോവാൻ ദത്ത, ഒരു മിനിറ്റ്. അത് പറഞ്ഞ് ദത്തൻ അവളുടെ പിന്നിലായി വന്നു. ശേഷം ഡ്രസ്സിൻ്റെ ടേബിളിന് മുന്നിലുള്ള സിന്ദൂര ചെപ്പിൽ നിന്ന് കുറച്ച് സിന്ദൂരം എടുത്തു. ഞാൻ തൊട്ടതാണ് ദത്ത. അവൾ നെറ്റിയിൽ സിന്ദൂരം കാണിച്ചുകൊണ്ട് പറഞ്ഞു. അതെ, പക്ഷേ കുറച്ചുകൂടെ കട്ടി വേണം. അവൻ അവൻ്റെ നെറ്റിയിലായി തൊട്ടതും വർണ്ണ ഒന്ന് പുഞ്ചിരിച്ചു. ഒരു ഉമ്മതാടാ. അവൻ തൻ്റെ കൈവെളിയിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു. ലിപ്സ്റ്റിക്ക് പാറക്കും ദത്ത. അവൾ മുഖം ചുളിച്ചുകൊണ്ട് പറഞ്ഞു. നീ പോവാൻ നോക്ക്, ഞാൻ വന്നോളാം. അവൻ ഗൗരവത്തിൽ പറഞ്ഞ് കണ്ണാടിക്ക് മുന്നിലായി കയറി നിന്ന് മുടി ചീവാൻ തുടങ്ങി. പറഞ്ഞ അവൻ്റെ മുന്നിലായി കയറി നിന്നെങ്കിലും ദത്തൻ അത് ശ്രദ്ധിക്കാതെ മുടി ഒതുക്കുകയാണ്.
അത് കണ്ട് പറഞ്ഞ അവൻ്റെ ഷർട്ടിൻ്റെ കോളർ പിടിച്ചു വലിച്ച് തന്നിലേക്ക് ചേർത്തു. ശേഷം അവൻ്റെ ഷർട്ടിൻ്റെ ആദ്യത്തെ 2 ബട്ടണുകൾ അയച്ച് അവൻ്റെ നെഞ്ചിലായി ഉമ്മ വെച്ചു. ദത്തൻ്റെ നെഞ്ചിലായി അവളുടെ ലിപ്സ്റ്റിക്കിൻ്റെ കളർ പടർന്നു. ദത്തൻ ഒരു ചിരിയോടെ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ഇന്ന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ നമുക്ക് നേരത്തെ കിടക്കാം അല്ലേ കുഞ്ഞേ? ദത്തൻ ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞ അവനെ പിന്നിലേക്ക് തള്ളി. മര്യാദയ്ക്ക് ഷർട്ടിൻ്റെ ബട്ടൺ ഇട്ട് വരാൻ നോക്കടോ, അവൾ കണ്ണൂരിട്ട് പറഞ്ഞ് മുറിക്ക് പുറത്തേക്കായി കൈകെട്ടി നിന്നു. ദത്തൻ കണ്ണാടിയിൽ ഒന്നുകൂടെ നോക്കിയ ശേഷം ബട്ടണുകൾ ഇട്ട് പുറത്തേക്ക് വന്ന വർണ്ണയുടെ തോളിലൂടെ കൈയിട്ട് താഴേക്ക് നടന്നു. ശ്രീയേട്ടാ, ഗിഫ്റ്റ് എവിടെ? ഹാളിൽ ടേബിളിന് മുകളിൽ കേക്ക് സെറ്റ് ചെയ്യുന്ന ശ്രീയോടായി നിമ്മി ചോദിച്ചു. റൂമിലുണ്ട്, ഞാൻ താഴേക്ക് കൊണ്ടുവന്നില്ല. എവിടെയാന്ന് പറഞ്ഞാൽ മതി, ഞാൻ പോയി എടുത്തിട്ട് വരാം. ടേബിളിൻ്റെ മുകളിൽ ഒരു ചെറിയ ബോക്സിലായിട്ടേ കബോർഡിൻ്റെ കീ വെച്ചിട്ടുണ്ട്. അതെടുത്ത് ലെഫ്റ്റ് സൈഡിലെ കബോർഡ് തുറക്കുമ്പോൾ 3ാമത്തെ ഷെൽഫിൻ്റെ ഉള്ളിലായിട്ടൊരു ഷെൽഫുണ്ട്. അതിലാണ് നിമ്മി തന്ന കവറുള്ളത്. പിന്നെ തിരികെ വരുമ്പോൾ ബെഡിന് മുകളിൽ ഞാൻ 2 ഗിഫ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ട്, അതുകൂടെ കൊണ്ടുവരണം കേട്ടാ. ആലോചിക്കട്ടെ, അത് കൊണ്ടുവന്നാൽ എനിക്ക് എന്ത് കൂലി തരും? നിമ്മി ചിരിയോടെ പറഞ്ഞ് റൂമിലേക്ക് നടന്നു. അവൾ ശ്രീ പറഞ്ഞ പോലെ കീ എടുത്ത് കബോർഡ് തുറന്ന് തൻ്റെ കവർ എടുത്തു. അതിനുള്ളിൽ നിന്ന് വേറെ എന്തോ കൂടെ താഴേക്ക് വീണു. ദത്തനും വർണ്ണയും കൂടെ താഴേക്ക് വരുമ്പോൾ ശീലവും ഭദ്രയും ഒരുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ഒരേപോലെയുള്ള ഫ്രോക്കായിരുന്നു 2 പേരുടെയും. ഏട്ടാ, എവിടെ ഞങ്ങളുടെ ഗിഫ്റ്റ്? ഭദ്രയും ശീലവും ദത്തനും നേരെ കൈ നീട്ടി. 1 മിനിറ്റ്, ഇപ്പം എടുത്തിട്ട് വരാം. ദത്തൻ കാറിൻ്റെ കീ എടുത്ത് പുറത്തേക്ക് നടന്നു. ശ്രീയേട്ടാ, എവിടെ ഗിഫ്റ്റ്? ഭദ്ര ചോദിച്ചു. ഇപ്പം വരും, നിമ്മി പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവൻ റൂമിലേക്ക് ഒരു ഓട്ടമായിരുന്നു. അത് പെട്ടെന്ന് ഡോർ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ ബെഡിൽ തലയും താങ്ങിയിരിക്കുന്ന നിമ്മിയാണ് കണ്ടത്. നിമ്മി, അവൻ ചെറിയ ഭയത്തോടെ വിളിച്ചു. ആ ശ്രീയേട്ടാ, ഞങ്ങൾക്ക് ഇവിടെയൊക്കെ നോക്കി കാണാനില്ലല്ലോ. നിമ്മി താഴേക്ക് നടന്നോളൂ, എനിക്ക് അത്യാവശ്യമായിട്ട് 1-2 കോൾ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് ഗിഫ്റ്റ് എടുത്തിട്ട് വരാം. നിമ്മി തലയാട്ടിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. ശ്രീയേട്ടൻ എന്തിനെല്ലാം ഒളിച്ചു വെച്ച്? 8 വർഷം എന്നൊക്കെ പറയുമ്പോൾ അന്നേ എല്ലാം തുറന്നു പറയായിരുന്നില്ലേ? നിമ്മി നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് താഴേക്ക് നടന്നു. എല്ലാവരും വന്നതും ശീലവും ഭദ്രനും കൂടെ കേക്ക് കട്ട് ചെയ്തു. ആദ്യത്തെ പീസ് മുത്തശ്ശിക്കും ചെറിയ മുത്തശ്ശിക്കും കൊടുത്തു. കേക്ക് കട്ടിങ് കഴിഞ്ഞ് ഓരോരുത്തരായി തൻ്റെ ഗിഫ്റ്റുകൾ അവർക്ക് കൊടുക്കാൻ തുടങ്ങി. അതിനിടയിൽ ചന്ദ്രശേഖരന് ഒരു കോൾ വന്നതായാൽ ഫോണുമായി മാറി നിന്നു. മുത്തശ്ശിയും ചെറിയ മുത്തശ്ശിയും ചെയിനാണ് അവർക്ക് ഗിഫ്റ്റായി കൊടുത്തത്. പാർത്തിയും ഭദ്രനും ഡ്രസ്സ് കൊടുത്തു. അതുപോലെ ദത്തനും വർണ്ണയും ഡ്രസ്സ് തന്നെയാണ് കൊടുത്തത്. ഒപ്പം വർണ്ണയുടെയും ശീലുവിൻ്റെയും ഭദ്രയുടെയും ഒപ്പമുള്ള ഒരു ഫോട്ടോ ഫ്രെയിമും. എല്ലാവരും ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞ് അത് തുറന്നു നോക്കുന്ന തിരക്കിലാണ് ശീലവും ഭദ്ര. അതെല്ലാം നോക്കി മറ്റുള്ളവർ ഹാളിൽ ഇരിക്കുന്നുണ്ട്. ദത്ത, ഞാൻ ബാത്റൂമിൽ പോയിട്ട് വരാം, ഡ്രസ്സിൽ മൊത്തം കേക്കായി. ഞാൻ വരണ കൂടെ, നമുക്കൊരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരാം. പോടാ, അത് പറഞ്ഞ അവൻ്റെ പുറത്തൊരു ഇടിയും കൊടുത്തുകൊണ്ട് വർണ്ണ മുകളിലേക്ക് പോയി. വാട്ട്? പക്ഷെ എങ്ങനെ? അതറിയില്ല സാർ. ദേവദത്തൻ സാറിനെ ഇതിൽ നിന്നും വഴി തിരിച്ചുവിടാൻ ഒരുപാട് ഞാൻ ശ്രമിച്ചു, പക്ഷെ അതിന് കഴിഞ്ഞില്ല. എന്ന് മാത്രമല്ല, ഞാനിപ്പോൾ സാറിൻ്റെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുകയും ചെയ്തു. കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഇനി കാര്യമില്ല സേതുരാമൻ. ഇതിൽ നിന്നും ഞാൻ എങ്ങനെ രക്ഷപ്പെടുമെന്ന് പറ. എനിക്ക് കൂടുതലൊന്നും അറിയില്ല സാർ. സാറ് തന്നെ ആ ഫയലിലെ എവിഡൻസ് മാത്രമല്ല, വേറെ എന്തൊക്കെയോ സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് ദേവദത്തൻ സാറിൻ്റെ കയ്യിലുണ്ട്. സാറിൻ്റെ വലം കൈയാണ് കാശിനാഥൻ. അവനെല്ലാം അറിയാം, പക്ഷെ അവൻ തരില്ല. സത്യസന്ധനാ. ശരി, താൻ വെച്ചോ. ഞാൻ തന്ന പൈസയ്ക്കുള്ള കൂറ് നീ കാണിച്ചല്ലോ, അത് മതി. എന്തായാലും സാറൊന്ന് സൂക്ഷിച്ചേക്ക്. നാളത്തെ റെയ്ഡിൽ ചിലപ്പോൾ സാറ് കുടുങ്ങും. ജാമ്യം പോലും കിട്ടാത്ത വകുപ്പാ. അതാലോചിച്ച് താൻ ടെൻഷൻ ആവണ്ട. റെയ്ഡിൽ എന്തെങ്കിലും കിട്ടിയാലല്ലേ. ഞാൻ സുരക്ഷിതമായ ഇടത്തേക്ക് മാറ്റിയിട്ടുണ്ട്. 1-2 അല്ല, 5 കോടിയുടെ ഡീലാണ്. അത് നശിപ്പിച്ചു കളയാൻ മാത്രം ചന്ദ്രശേഖരൻ പൊട്ടനല്ല. എന്നാ ശരി. മനസ്സിൽ ഓരോന്ന് കണക്കൂട്ടി ചന്ദ്രശേഖരൻ വേഗം ഒരു ബാഗ് എടുത്ത് അത്യാവശ്യം വേണ്ടുന്ന ഡ്രസ്സ് അതിലാക്കി. കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുന്ന പോലെ
അഭിജിത്ത് താൻ അറിയാതെ ആ ഫയൽ മോഷ്ടിച്ചതാണ് പ്രശ്നമായത്. അത് കൃത്യമായി ദേവൻ്റെ കയ്യിലെത്തുകയും ചെയ്തു. അതിനവനെ സഹായിക്കാൻ എൻ്റെ പൊന്നാര മോനും. ചന്ദ്രശേഖരൻ ബാഗുമായി മുറി വിട്ട് ഇറങ്ങി നേരെ ഓഫീസ് റൂമിലേക്ക് നടന്നു. അവിടെ നിന്ന് കുറച്ച് പണവും ഡോക്യുമെൻറ്റും എടുത്ത് ആ റൂം പൂട്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് റൂമിൽ നിന്നും വർണ്ണ ഇറങ്ങി വരുന്ന അയാൾ കണ്ടത്. അങ്ങനെ എനിക്കുള്ളതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് നീ മാത്രം സന്തോഷമായിട്ട് ജീവിക്കേണ്ട ദേവാ. അയാൾ ഒരു കുടിതല നിറഞ്ഞ ചിരിയോടെ വർണ്ണയുടെ അരികിലേക്ക് നടന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാർട്ട് കഴിഞ്ഞു. നല്ലൊരു പാർട്ടായിട്ട് നാളെ കാണാം. പെട്ടെന്ന് തീരാൻ പോവുകയാണ് നമ്മുടെ എൻകാതലെ. വർണ്ണേനെ ചന്ദ്രശേഖരൻ കൊല്ലാൻ പോവാണ്. നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം കേട്ടോ അത്. ബൈ, താങ്ക് യു.